നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ ഹെയർ ഡേ ചെയ്തിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നരച്ച മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് കൂടുതൽ നാള് നമ്മുടെ മുടിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തുളസിയില ഇട്ട് കൊടുക്കാം. മിക്കവർക്കുമുള്ള ഒരു പ്രശ്നമാണ്, അതായത് ഹെയർ ഡേ ചെയ്യുമ്പോൾ നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. അതേപോലെ ഏത് അലർജി പ്രശ്നങ്ങളുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2-3 പീസ് ബീട്രൂട്ടാണ്. നമ്മൾ ബീട്രൂട്ട് ചേർക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം അരിയാണ്. അതായത് ഞാനിപ്പോൾ ചേർക്കുന്നത് പച്ചരിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകുന്നത് മുടി വളരുവാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അകാല നര തടയുവാനായിട്ടും അത് സഹായിക്കും. എന്നിട്ട് നമ്മൾ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും ചേർക്കാം. നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന രീതിയും അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും. അപ്പോൾ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ ആ ഒരു അളവിലും തന്നെ നിങ്ങൾ എടുക്കാട്ടോ. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഏതെല്ലാം ഹെയർ ഡേകൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാട്ടോ. ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ഒരു വാട്ടർ നമുക്ക് ഹെയർ ടോണർ ആയിട്ടും ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ടും സാധിക്കും. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ജലദോഷം, നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇത് കൊണ്ട് നമുക്കുണ്ടാവില്ല. ഇത് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും എസൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അകാല നര തടയുവാനായിട്ടും മുടി വളരുവാനായിട്ടും സാധിക്കുന്നതാണ്. അതേപോലെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഹെയർ ഡേ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇരുമ്പിന്റെ ചട്ടിയാണ് എടുക്കുന്നത്. ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു അയൺ കണ്ടന്റ് നമ്മുടെ ഹെയർ ഡേയിലേക്ക് ഇറങ്ങുന്നതും വളരെ നല്ലതാണ്. എന്നിട്ട് ഇതിലേക്ക് ഹെന്ന പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം മാത്രം നെല്ലിക്കാപ്പൊടി ചേർക്കാം. ഈ ഒരു റേഷ്യോയിൽ തന്നെ നിങ്ങൾ പൗഡറുകൾ എടുക്കാട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമ്മൾ ചൂടാക്കിയിട്ട് ഹെയർ ഡേ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡേ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും ഇല്ലെങ്കിൽ പച്ച നെല്ലിക്കയും മൈലാഞ്ചിയിലെയും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അതേപോലെ നമ്മളത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോ ചൂടാക്കുന്നത്. അപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഹെയർ ഡേയുടെ കൺസിസ്റ്റൻസിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഡാർക്ക് കളറായിട്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളിതിൽ ഇൻഡിഗോ പൗഡറോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള പൗഡറുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ ഹെന്ന പൗഡറും അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. അതും നല്ല ബ്രാൻഡിന്റെ നെല്ലിക്കാപ്പൊടിയും അതേപോലെ തന്നെ മൈലാഞ്ചി പൊടിയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അതായത് അധികം കെമിക്കൽ ചേർക്കാത്ത പൗഡറുകൾ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളിത് തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മണിക്കൂർ നേരം മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. അതായത് സാധാരണ വെള്ളത്തിൽ നമുക്ക് മുടി കഴുകാവുന്നതാണ്. നമുക്ക് ഷാമ്പൂ അല്ലെങ്കിൽ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. അതേപോലെ നമ്മൾ ഹെയർ ഡേ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ടോ വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ ഒരു കളറ് നമ്മുടെ നഖത്തിന്റെ സൈഡിലെല്ലാം ആയി കഴിഞ്ഞാൽ അത് പോകാനായിട്ടും സമയമെടുക്കും. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ 100% റിസൾട്ട് തരുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക്